പൊന്നാനി നഗരസഭ 2026-27 വർഷത്തെ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അവതരിപ്പിച്ചു. ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷത വഹിച്ചു. കോടി 86,31,394 രൂപ മുന്നിരിപ്പും 95 കോടി 29,100 രൂപ തന്നാണ്ട് വരവും ഉൾപ്പെടെ മൊത്തം 107 കോടി 86,60,494 രൂപ വരവും 94 കോടി 82,88,385 രൂപ ചെലവും 13 കോടി 3,72,109 രൂപ നീക്കിയിരുപ്പുമുള്ള 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റും 13 കോടി 3,72,109 രൂപ മുന്നിരിപ്പും 99 കോടി 85,48,000 രൂപ പ്രതീക്ഷിത വരവും 74 കോടി 22,75,000 രൂപ പ്രതീക്ഷിത ചെലവും 38 കോടി 66,40,109 രൂപ നീക്കിയിരുപ്പുമുള്ള 2026-27 വർഷത്തെ മതിപ്പ് വാർഷിക ബജറ്റും കൗൺസിലിൻ്റെ പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷമുള്ള പ്രഥമ ബജറ്റാണിത്. ഈ ബഡ്ജറ്റ് പൊന്നാനി നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഊർജം നൽകുമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു ദശാബ്ദമായി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് പ്രതാപത്തിൻ്റെ പത്തേമാരിക്കാലത്തിലേക്ക് പൊന്നാനി വളരുകയാണ്. ആ വളർച്ച തുടരണമെന്ന നാട്ടുകാരുടെ വികാരമാണ് ഈ ഭരണസമിതി. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഓരോ ദിനവും വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഗ്രാഫ് ഉയർത്തുക എന്നതാണ് ഈ ബഡ്ജറ്റിൻ്റെ ലക്ഷ്യം. ക്വിക്ക് ചെക്ക്. കയ്യെത്തും ദൂരത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ കരുതലെത്തുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയെ നോഡൽ ഏജൻസിയാക്കി 8 നഗരാരോഗ്യ കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ച് സ്ത്രീകളിലെ സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തുന്ന പദ്ധതി. പൊന്നാനി കെയർ കോറിഡോർ PCC. പരിഗണനയുടെ സ്നേഹപ്പരപ്പ് പൊന്നാനി മോഡൽ. ഹാപ്പിനെസ് സെൻറ്റർ, ECRC, പൊന്നാനി ഏർലി ഇൻവെൻഷൻ സെൻറ്റർ എന്നീ പൊന്നാനിയുടെ തനത് മാതൃകളെയും ബഡ്സ് സ്കൂൾ, ഡയാലിസിസ് സെൻറ്റർ, പാലിയേറ്റീവ് എന്നിവയ്ക്ക് ഏകോപിതമായ സംവിധാനം നഗരസഭയിൽ ആരംഭിക്കും. വരും തലമുറയെ മനുഷ്യത്വമുള്ള സേവന സന്നദ്ധരാക്കി മാറ്റാൻ ഹയർ സെക്കൻഡറി NSS യൂണിറ്റുകളിൽ നിന്നും പൊന്നാനി കെയർ കോറിഡോറിൻ്റെ സ്റ്റുഡൻറ്റ് വളണ്ടിയർ വിങ് രൂപീകരിക്കും. കൃഷിയും ജൈവ വൈവിധ്യവും കാർബൺ ന്യൂട്രൽ ഇൻസെൻറ്റീവ്. ജൈവ വൈവിധ്യ ബോർഡുമായി സഹകരിച്ച് വേനൽക്കാല പച്ചക്കറി കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകൾക്ക് കാർബൺ ന്യൂട്രൽ ഇൻസെൻറ്റീവ്. രാമച്ച കൃഷി സംരംഭങ്ങൾ പൊന്നാനി തീരദേശത്തേക്ക് വ്യാപിപ്പിക്കും. ഇതോടൊപ്പം പൊന്നാരിയം കൊയ്യും പൊന്നാനി, ഗ്രീൻ റോയൽറ്റി, സമഗ്ര തെങ്ങുകൃഷി വികസനം, ഹൈബ്രിഡ് പച്ചക്കറി തൈ വിതരണം, പച്ചക്കറി വിത്ത് വിതരണം എന്നിവ തുടരും. വനിതാ സംരംഭങ്ങൾക്ക് പുരസ്കാരം. സംരംഭക പ്രോത്സാഹന നടപടികൾ തുടരും. തൊഴിലും വരുമാനവും നേടി തല ഉയർത്തി നിൽക്കുന്ന വനിതകൾക്ക് സംരംഭക പുരസ്കാരം. തീരദേശ വാർഡുകളിലെ പുതിയ വനിതാ സംരംഭങ്ങൾക്ക് ഫെമിനി ചീഫ് ഫാത്തിമ പുരസ്കാരം.
ഇതോടൊപ്പം നിലവിലെ പദ്ധതികൾ തുടരും. വെൽനസ് റോയൽറ്റി, കായികക്ഷമതയിലൂടെ ലഹരി പ്രതിരോധം. ലഹരി വ്യാപനത്തെ ചെറുക്കാൻ എല്ലാ വാർഡുകളിലും പൊതുകളിസ്ഥലം ഉറപ്പാക്കും. സ്വകാര്യ ഭൂമികൾ താൽക്കാലികമായി ചെറുതും വലുതുമായ കളിസ്ഥലമായി വിട്ടുകൊടുക്കുന്നവർക്ക് വർഷം തോറും നഗരസഭയുടെ വെൽനസ് റോയാലിറ്റി. മാനവീയം വീതി മോഡൽ ഉമ്മാച്ചുപാത, പൈതൃകവും സമകാലികതയും ചേർന്നു നിൽക്കുന്ന സാംസ്കാരിക രംഗം. ഉറൂബ് നഗർ, ചന്തപ്പടി റോഡ് പുതിയ ടൈക്കേ ബ്രേക്കിൻ്റെ മുൻവശം കൂടി ഉൾപ്പെടുത്തി സാംസ്കാരിക സായാഹ്നങ്ങൾ ഒരുക്കുന്ന മാനവീയം വീതി മോഡൽ ഉമ്മാച്ചുപാത. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. വലിയ ജുമാ മസ്ജിദിൻ്റെ പള്ളിക്കുളം പൈതൃക സംരക്ഷണ പദ്ധതിയായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കിപ്പണിയും. കുറ്റിക്കാട് വാവ് ബലിതർപ്പണത്തിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നഗരസഭാ സംവിധാനം. ശാന്തം ശരണം, നഗരസഭയുടെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടക യാത്രക്കാർക്കുള്ള ഇടത്താവളം. പൊന്നാനി സാംസ്കാരിക മഹോത്സവം, പൈതൃകോത്സവം, പാനൂസ കേരളോത്സവം. മത്സ്യമേഖലയിലേക്ക് എത്തുന്ന കരുതൽ. മത്സ്യവിതരണക്കാർക്ക് ശീതീകരണ ബോക്സ്, ശുചീകരണ ഉപകരണങ്ങൾ. അക്വാപോണിക്സ് മത്സ്യകൃഷി വ്യാപിപ്പിക്കും. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് കടൽമുറ്റം പാർക്കുകൾ. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങൾ. ഇതോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ്, പഠനോപകരണങ്ങളുടെ വിതരണം തുടങ്ങിയ പദ്ധതികൾ തുടരും. നിസ്വർഗത്തിനൊപ്പം നിൽക്കുന്ന പ്രാദേശിക സർക്കാർ. നഗരസഭ നടപ്പിലാക്കുന്ന പട്ടികജാതി ക്ഷേമ പദ്ധതികളെ പൊതുവിൽ മാനുഷം എന്ന പേരിലാണ് സൂചിപ്പിച്ചു വരുന്നത്. എഴുപതുരുത്തി പട്ടികജാതി ITIയിൽ പുതിയ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കുള്ള സൗകര്യം ഉറപ്പാക്കും. കുമ്പാര ഗ്രാമത്തിൽ നിന്നുള്ള മൺപാത്രങ്ങൾക്ക് നിളയോരപ്പാതയിൽ വിൽപ്പന സൗകര്യം. ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠനമുറി, ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മേശ, കസേര, ഫർണിച്ചറുകൾ, മെറിറ്റോറിയൽ സ്കോളർഷിപ്പ്, വിവാഹ ധനസഹായങ്ങൾ, ഭവന പുനരുദ്ധാരണം, വിദേശ തൊഴിലെടുക്കുന്നവർക്ക് ധനസഹായം. പൊതുവിദ്യാലയങ്ങളിലെ പുതുപദ്ധതികൾ. സ്റ്റുഡൻസ് കെയർ കോറിഡോർ, വരും തലമുറയെ മനുഷ്യത്വമുള്ള സേവന സന്നദ്ധരാക്കി മാറ്റാൻ ഹയർ സെക്കൻഡറി NSS യൂണിറ്റുകളിൽ നിന്നും പൊന്നാനി കെയർ കോറിഡോറിൻ്റെ സ്റ്റുഡൻറ് വളണ്ടിയർ വിങ് രൂപീകരിക്കും. സിവിക് സെൻസസ് നഴ്സറി, കുട്ടികളിൽ മാലിന്യ സംസ്കരണ ശീലം വളർത്തുന്ന മാതൃകാ പദ്ധതികൾ നടത്തുന്ന സ്കൂളുകൾക്ക് അവാർഡ്. ഇനി വരുന്നൊരു തലമുറയ്ക്കുള്ള ശ്രദ്ധയിൽ നമ്മുടെ ശീലം മാറും. മികച്ച മാലിന്യ സംസ്കരണം നടത്തുന്ന സ്കൂളുകൾക്ക് അവാർഡ്. സയൻസ് കോർണർ, LP UP സ്കൂളുകളിൽ സയൻസ് കോർണറുകൾ സ്ഥാപിക്കും. സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കും. വിദ്യാലയങ്ങളെ അക്കാദമികമായി സഹായിക്കാൻ B.Ed, TTC ബിരുദധാരികൾ, റിട്ടയർഡ് അധ്യാപകർ എന്നിവരുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് ടൈം ബാങ്ക് കൊണ്ടുവന്ന് അവർക്ക് സാമൂഹ്യ അംഗീകാരം നൽകും. നഗരസഭയിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും CCTV ക്യാമറ സ്ഥാപിക്കും. സ്കൂളുകളിലെ LCD പ്രൊജക്ടർ മറ്റ് ക്ലാസ് റൂമുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് ട്രോളി സംവിധാനം. കെയർ പാരന്റിംഗ് പദ്ധതി തുടരും. കടവനാട് കുടിവെള്ളം എത്തുന്ന വേഗം കൂടും. തീരദേശത്ത് നടപ്പാക്കിയ അമൃത് കുടിവെള്ള പദ്ധതി കടവനാട് മേഖലയിലേക്ക് വ്യാപിപ്പിക്കും. സംരംഭകത്വമെന്ന സംസ്കാരം. നിളയോരപ്പാതയിലെയും VM ടൂറിസത്തിലെയും സംരംഭകരുടെ കൺസോർഷ്യം രൂപീകരിക്കും. മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം. ഉറവിട മാലിന്യ സംസ്കരണത്തിന് ബയോ ബിന്നുകളും കിച്ചൺ ബിന്നുകളും റിംഗ് കമ്പോസ്റ്റിംഗ് എന്നിവ നൽകുന്നത് തുടരും. സാധ്യമായ ഇടങ്ങളിൽ തുമ്പൂർ മൊഴി സ്ഥാപിക്കും. മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ സ്നേഹാരാമങ്ങൾ തയ്യാറാക്കി പരിപാലിക്കും. ഓരോ വാർഡിലും മാതൃകാ ഹരിതവീതി ഒരുക്കും. ഇതോടൊപ്പം നിലവിലുള്ള പദ്ധതികൾ തുടരും. മികച്ച മാലിന്യ സംസ്കരണം നടത്തുന്ന 3 വാർഡുകൾക്കും സ്കൂളുകൾക്കും അവാർഡ്. നിളയെ അറിയാൻ
ഭിന്നശേഷിക്കാർക്ക് നിളയോര പാതയിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ ആസ്വദിക്കാൻ ഡെസ്റ്റിനേഷൻ സെന്ററിൽ ഇലക്ട്രിക് വാഹനം. സീ ഫുഡ് ഫെസ്റ്റ്. ഹാർബർ പാലത്തോട് ചേർന്ന് മാസം തോറും സീ ഫുഡ് ഫെസ്റ്റ്. വൈറ്റ് റോയൽറ്റി. കറവ പശു, എരുമ എന്നിവ വളർത്തുന്ന കർഷകർക്ക് വർഷം തോറും ഒന്നിന് 3000 രൂപ വീതം, പരമാവധി 12,000 രൂപ. സിൽവർ റോയൽറ്റി. മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് 20 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന കർഷകർക്ക് വർഷം തോറും 1000 രൂപ, പരമാവധി 5000 രൂപ. ബ്ലൂ റോയൽറ്റി. ഉൾനാടൻ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് കുളങ്ങളിൽ മത്സ്യം വളർത്തുന്ന കർഷകർക്ക് 2000 രൂപ. ആടുകൾക്ക് കുത്തിവെപ്പ്. ഈഴവതുരുത്തി പൊന്നാനി മൃഗാശുപത്രികളിൽ ആടുകളെ കുത്തിവെപ്പ് നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഇതിനായി കുത്തിവെപ്പ് യന്ത്രം വാങ്ങൽ. പ്രവാസി ബിസിനസ് ഡെവലപ്മെന്റ് സെന്റർ. യുദ്ധം സൃഷ്ടിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളാൽ നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് അവരുടെ മിച്ചം സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങാൻ പ്രവാസി ബിസിനസ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങും. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വിവിധ വികസന കോർപ്പറേഷനുകൾ, വ്യവസായ വകുപ്പ്, കൃഷി, മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും സഹകരണം ഉറപ്പുവരുത്തും. കൂടാതെ നോർക്ക പദ്ധതികൾ നഗരസഭാ പരിധിയിൽ വിപുലപ്പെടുത്തും. ഓട്ടോ കെയർ. ഒറ്റപ്പെടില്ല, ഓട്ടോയുണ്ട് കൂടെ. നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഏതാപൽഘട്ടത്തിലും പൊതുജനങ്ങളെ സഹായിക്കാനുള്ള പരിശീലനം നൽകുന്നതോടൊപ്പം ഇവരുടെ വാഹനങ്ങളിൽ നഗരസഭയുടെ ജീവൻ രക്ഷാ ലോഗോ പതിക്കും. ഒറ്റപ്പെട്ടവർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഓട്ടോ ബ്രോമാരുടെ സേവനത്തിന് ഗുഡ് എൻട്രി നൽകും. ഈ പദ്ധതിയിൽ ആരോഗ്യവകുപ്പ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, RTO, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണം ഉറപ്പുവരുത്തും. നഗരത്തിലെ ഓട്ടോ സ്റ്റാൻഡുകൾക്ക് മേൽക്കൂര. തീരദേശ മേഖലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി സമഗ്ര ഡ്രൈനേജ് നിർമ്മാണം. കനോലി പാർക്ക്. പള്ളപ്പുറം 4-ാം നമ്പർ പാലത്തിനോട് ചേർന്ന് കനോലി പാർക്ക് നിർമ്മാണം. ഹെൽത്തി റെസ്റ്റോറന്റ് അറ്റ് പൊന്നാനി. ടൂറിസത്തിൽ മുന്നേറുന്ന പൊന്നാനിയിലെത്തുന്ന അതിഥികൾക്കും മറ്റും ശുചിത്വവും രുചികരവുമായ ഭക്ഷണം നൽകുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് ഗ്രേഡിംഗ് നൽകി ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പുവരുത്തും. ഇങ്ങനെ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളുടെ വ്യാപാരം പ്രോത്സാഹിപ്പിക്കും. വാർഡുകളിലെ തെരുവ് വിളക്കുകളുടെ പ്രശ്നങ്ങൾ അറിയിക്കാനും പരിഹരിക്കാനുമായി വാട്സാപ്പ് നമ്പർ. നിളയോരപ്പാതയിൽ സൗന്ദര്യവൽകൃതമായ തെരുവിളക്കുകൾ സ്ഥാപിക്കൽ. ഉൾറോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്ന ശാസ്ത്രീയ പഠനം നടത്തിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. സ്വന്തമായി കെട്ടിടമില്ലാത്ത അങ്കണവാടികൾക്ക് സ്ഥലം കണ്ടെത്തി ഹൈടെക് കെട്ടിട നിർമ്മാണം. അങ്കണവാടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കൽ. പൊന്നാനിയിൽ വിഭാവനം ചെയ്യുന്ന കപ്പൽ നിർമ്മാണം, പോർട്ട് എന്നിവയ്ക്ക് അനുയോജ്യമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തവനൂർ അസാപ്പുമായി ചേർന്ന് തുടങ്ങും. നിളയോരപ്പാതയിൽ പ്രവർത്തിക്കുന്ന നഗരസഭാ നഴ്സറിയെ കൂടുതൽ മെച്ചപ്പെടുത്തും. ക്ഷീര കർഷകർക്ക് പാൽ സബ്സിഡി. NHലെ നടപ്പാലങ്ങൾക്കുള്ള പ്രവർത്തനം ഊർജിതമാക്കും. ഹരിതകർമ്മ സേനാംഗങ്ങൾ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച ചാക്കുകൾ ഇടവഴികളിലൂടെ കൊണ്ടുവരാൻ ട്രോളി. വയോജനങ്ങൾക്ക് ഘട്ടം ഘട്ടമായുള്ള വിനോദയാത്ര. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കലാകായിക മേഖലയിൽ കഴിവുള്ളവർക്ക് പ്രോത്സാഹനം നൽകൽ. ഭിന്നശേഷി കലോത്സവം. ഇതിനു പുറമെ വിവിധ മേഖലയിൽ നിലവിലുള്ള പദ്ധതികൾ തുടരും. സർ, ജനാധിപത്യത്തിൽ ജനങ്ങൾ വെറും കാഴ്ചക്കാരല്ല, അവർ കാവൽക്കാരും വിധി നിർണയിക്കുന്നവരുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പൊന്നാനിയുടെ പൊതുവികസനത്തോടൊപ്പം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർ, ഭിന്നശേഷിക്കാർ, മാനസിക വൈകല്യം നേരിടുന്നവർ, വയോജനങ്ങൾ, തൊഴിലന്വേഷകർ, സ്ത്രീകൾ,
യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രവാസികൾ, വ്യാപാരി വ്യവസായികൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾ, പൊന്നാനിയിലേക്ക് ജോലിക്കും ടൂറിസ്റ്റുകളായും എത്തുന്ന അതിഥികൾ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. നന്ദി. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.